അക്കുചേട്ടാ, അക്കുചേട്ടാ, എന്താ ഇത്? ശ്രേയെ കാണാൻ വേണ്ടിയാണോ ഈ ഓടി നടക്കുന്നത്? നീ വീട്ടിലേക്ക് വെക്കോ, ഞാൻ വന്നോളാം. ഇന്ന് അക്കുചേട്ടാ ടെൻഷൻ ആവുന്നേ. പിന്നെ ടെൻഷൻ ആവാതെ നിനക്ക് എന്നോട് പറയായിരുന്നില്ലേ ആ ഫ്രണ്ട് ശ്രേയാന്ന്? എന്താ നീ എന്നോട് പറഞ്ഞില്ല? അക്കുചേട്ടാ, അത് ശ്രേയ. നീ എന്നോട് പറയണമായിരുന്നോ ഇല്ലയോ? അത് പറ. ശ്രേയ നമ്മളെ കാണാൻ വന്നെന്ന് എന്തുകൊണ്ട് നീ എന്നോട് പറഞ്ഞില്ല? അക്കുചേട്ടാ, അത് ശ്രേയ പറഞ്ഞിട്ടാ ഞാൻ അക്കുചേട്ടനോട് പറയാതിരുന്നേ. അക്കുചേട്ടനൊരു സർപ്രൈസ് തരണമെന്ന് ശ്രേയ എന്നോട് പറഞ്ഞതുകൊണ്ടാ. ഓ, അപ്പൊ നിനക്ക് എന്നേക്കാൾ വലുത് ശ്രേയാണല്ലേ? അങ്ങനെയല്ല അക്കുചേട്ടാ. എങ്ങനെയല്ലെന്ന്? എന്നോട് നീ ഇത് പറയാതിരുന്നോണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് നിനക്കറിയോ? എന്ത് പ്രശ്നം ഉണ്ടാവാനാ? അത് അതിനിപ്പോ അവൾ എവിടെ പോയി തേടാന്? വിളിച്ചപ്പോ ഫോൺ സ്വിച്ച് ഓഫ് അല്ലേ? ബാറ്ററി ചാർജ് ആയിരുന്നു, ഫോൺ സ്വിച്ച് ഓഫ് ആവുന്നൊക്കെ സ്വാഭാവികല്ലേ. അതിനെന്തിനാ അക്കുചേട്ടൻ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? ഞാൻ ടെൻഷൻ ആയതല്ല, എന്നെ ടെൻഷൻ ആക്കിയതാ. എന്നോട് എന്തിനാ അക്കുചേട്ടൻ ദേഷ്യപ്പെടുന്നേ? ദേഷ്യപ്പെടാതെ പിന്നെ? ശ്രേയ എവിടെ? അവളെ കാണുന്നില്ലല്ലോ. അക്കുചേട്ടാ, നമുക്ക് ഒരുമിച്ച് പോയി നോക്കാം. നീ എന്തിനാ വരുന്നേ? ഞാൻ പോയി നോക്കിക്കോളാം. അക്കുചേട്ടാ, ഞാനിവിടെ വരാം. ഓ മതി, ഇത്രയൊക്കെ ചെയ്തു തന്നതിന് താങ്ക്സ്. അക്കുചേട്ടാ, ചേട്ടാ, അക്കുചേട്ടൻ എന്തിനാ തനിച്ചു പോന്നെ? വീട്ടിൽ നമ്മൾ ഒരുമിച്ചല്ല ഇറങ്ങിയത്. അക്കുചേട്ടൻ ഇല്ലാതെ വീട്ടിലേക്ക് പോയ ബാലമാമൻ എന്നോട് ചോദിക്കില്ലേ? ഓ, നിനക്ക് നിന്റെ ബാലമാമനാണല്ലോ വലുത്. ബാലമാമനെ നിന്റെ കാര്യം നോക്കിയാ മതി, നിനക്ക് ബാലമാമന്റെ കാര്യവും. അതിനിടയിൽ എനിക്കെന്ത് സംഭവിച്ചാലും എന്താ? അക്കുചേട്ടാ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ബാലമാമൻ അക്കുചേട്ടൻ അച്ഛനല്ലേ? എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? അക്കുചേട്ടാ, നിക്ക്, ഒറ്റയ്ക്ക് പോവണ്ട. നീ വരണ്ട, എന്റെ കൂടെ എങ്ങും വരണ്ട. എന്താണ് ഇവിടെ? എന്താ അക്കുചേട്ടാ, ഞാനും വരും കൂടെ. എടാ, ഇത് നമ്മുടെ ബാലമാസം കല്യാണം ഇപ്പൊ കഴിഞ്ഞല്ലോ, അപ്പോഴേക്ക് അടിയായോ? ഇവിടെ താഴെ വയ്ക്കാൻ തോന്നുന്നു. അതെ, എന്തിനാ നീ എന്നെ ശല്യപ്പെടുത്താനായിട്ട് പിന്നാലെ വരുന്നത്? എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. എന്താ പറ്റിയത്? നിങ്ങൾ എന്തിനാ മനുഷ്യ നാട്ടുകാരുടെ മെക്കിട്ട് കയറുന്നേ? ഭാര്യയും ഭർത്താവുമായ വഴക്കുണ്ടാവും. അത് വീട്ടിൽ നിന്ന് റോഡിലോട്ടായ കണ്ട് രസിക്കാൻ പലരും ഉണ്ടാവും. കുഞ്ഞോളെ, ഓ, ദേ ഈ റോഡിന്റെ നടുവിൽ തല്യം വാങ്ങിക്കുന്ന പെൺകൊച്ചിനെ കണ്ടിട്ടേ എന്റെ മോളെ പോലെ ഇല്ലയോടി? ശരിയാണല്ലോ, ചാരുവിനെ പോലെ തന്നെ ഇരിക്കുന്നല്ലേ. ഇത് ചാരു ഒന്നല്ലടി. ചാരു ഇപ്പൊ ആയിരപ്പുറം തറവാട്ടില് ബാലമാഷിന്റെ പൊന്നു മോളായിട്ട് ജീവിക്കില്ലയോ? ഇപ്പൊ അവളുടെ ഭർത്താവും അമ്മായിയും അവളെ തലേ ചുമന്നോണ്ട് നടക്കണം, തലേ ചുമന്നോണ്ട്. ഇതുപോലെ നടു റോട്ടി വെച്ച് അടി വാങ്ങിക്കാനൊന്നും എന്റെ മോള് സമ്മതിക്കുന്നില്ല. ശരിയാ. ചിറ്റേ, ഇങ്ങനോട് മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ടോ? നീ എന്തിനാടി ഞങ്ങളോട് കോപിക്കുന്നേ? നിന്റെ കരണക്കുറ്റി നോക്കി ഒരെണ്ണം തന്നിട്ട് അന്തസ്സോടെ ഒരുത്തൻ പോയല്ലോ. അവനോട് പോയി കാണിക്കണേ നിന്റെ കോപവും ദേഷ്യമൊക്കെ. ആയിരപ്പറയിലെ രാജകുമാരി ആവാൻ പോയിട്ട് നടു റോഡില് തല്ലുമാച്ചോണ്ടിക്കേണ്ട അവസ്ഥയാ എന്റെ മോക്കല്ലയോ? നീ ഇപ്പൊ ബാബുക്കുട്ടിനെ കല്യാണം കഴിച്ചിരുന്നെങ്കിലേ ഇപ്പൊ ഉണ്ടല്ലോ നീ രാജകുമാരിയല്ല, നീ ബോംബെയിലെ മഹാറാണിയായിട്ട് ജീവിക്കേണ്ടവളാ. പക്ഷേ യോഗമില്ല. അതാ ഒന്ന് നിർത്തുന്നുണ്ടോ? നിങ്ങളുടെ കാര്യം നോക്കി ജീവിച്ചാ മതി. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. എന്താ തിളപ്പ് കണ്ടില്ലേ? തിളക്കട്ടടി അവള്, തിളക്കട്ടെ.